ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ പേടി സ്വപ്നമായിട്ടുള്ള റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അടുത്ത ബാച്ച് വരും ആഴ്ചകളിൽ തന്നെ ഇന്ത്യയിലെത്തും. ഇതിന് മുന്നോടിയായി നിരവധി ഉദ്യോഗസ്ഥരടങ്ങുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ടീം കഴിഞ്ഞ 10 ദിവസമായി റഷ്യയിലുണ്ട്. റഷ്യയിലെ വിവിധ നഗരങ്ങളിലുള്ള ഈ സംവിധാനങ്ങൾ കപ്പൽ കയറുന്നതിന് മുൻപുള്ള അവസാനഘട്ട പരിശോധനകൾക്കായിട്ടാണ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. വിതരണത്തിൽ ചെറിയ കാലതാമസം നേരിട്ടിരുന്നെങ്കിലും അഞ്ചാമത്തെയും അവസാനത്തെയും S-400 സിസ്റ്റം ഈ വർഷം നവംബറോടെ ഇന്ത്യയിലെത്തും എന്നാണ് കരുതപ്പെടുന്നത്. ഇതിനു പുറമെ S-400 ആവശ്യമായിട്ടുള്ള 280 മിസൈലുകൾ വാങ്ങുന്നതിനായി 10,000 കോടി രൂപയുടെ മറ്റൊരു വമ്പൻ കരാറിലും ഇന്ത്യ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിനായുള്ള ചർച്ചകൾ ഇപ്പോൾ റിക്വസ്റ്റ് ഫോർ പർച്ചേസ് ഘട്ടത്തിലാണ്. എല്ലാം സുഗമമായി നടന്നാൽ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഈ മിസൈലുകൾ ഇന്ത്യയിലെത്തും. ഈ തിരക്കിട്ട നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. കഴിഞ്ഞ വർഷം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായി നടന്ന 4 ദിവസത്തെ പോരാട്ടമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ S-400 കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച മിസൈലുകൾക്ക് പകരമായാണ് പുതിയ 280 മിസൈലുകൾ വാങ്ങുന്നത്. ഇതിന്റെ വൻ വിജയത്തെ തുടർന്ന് 5 S-400 സിസ്റ്റങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ സജ്ജമാകുന്ന സുദർശൻ ചക്ര എന്ന രാജ്യവ്യാപക വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി S-400 മാറും. S-400 മാത്രമല്ല, മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ വേഗത്തിൽ സ്വന്തമാക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം അനുവദിച്ച അടിയന്തര പർച്ചേസുകളുടെ ഭാഗമായി കുറഞ്ഞത് 300 കിലോമീറ്റർ പരിധിയുള്ള ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായിട്ടുള്ള ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളും വ്യോമസേന ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇവയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കൂടാതെ 12 സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള 1 ഡസൻ ന്യൂ മെറ്റീരിയൽ കിറ്റുകളും റഷ്യയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്, HAL ആണ് ഈ ഒരു അടിസ്ഥാന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഉന്നത സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഈ വർഷാവസാനത്തോടെ HAL 13 സുഖോയ് 30 MKA വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഗൗരവമായ രീതിയിൽ യുദ്ധവിമാനങ്ങളുടെ കുറവ് നേരിടുന്നുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ 2 റഫാൽ സ്ക്വാഡ്രണുകൾ മാത്രമാണ് ഉള്ളത്. പുതിയ 114 റഫാൽ വിമാനങ്ങൾ കൂടി എത്തുന്നതുവരെ 270ഓളം വരുന്ന സുഖോയ് 30 MKA വിമാനങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ HAL നിർമ്മിച്ചു നൽകുന്ന 13 വിമാനങ്ങൾ സേനയ്ക്ക് വലിയ ആശ്വാസമാകും. ചുരുക്കത്തിൽ അതിർത്തിയിലെ ഏത് വെല്ലുവിളികളും നേരിടാൻ ഇന്ത്യ തങ്ങളുടെ ആയുധപ്പുര സജ്ജമാക്കി നിർത്തുകയാണ് എന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.